ഹലോ, ഹാപ്പി ക്രിസ്മസ്. ഇരിഞ്ഞാലക്കുട പള്ളിയിലെ കരോളല്ല പുൽക്കൂട് കാണിച്ചിടാം. എല്ലാ കൊല്ലത്തെ പോലെ വലിയ ആഡംബരമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു കുറച്ച് കൊല്ലത്തെ ഗ്യാപ്പൊക്കെ വന്നപ്പോൾ ഭയങ്കര ലാവിഷ്കരിക്കുന്നു. പക്ഷേ അത്ര വലിയ മുമ്പുണ്ടായിരുന്ന അത്ര ആഘോഷം ഉണ്ടായിരുന്നില്ല എന്നല്ല, ഈ പുൽക്കൂടും കാര്യങ്ങളൊന്നും അത്ര സെറ്റപ്പ് അല്ലായിരുന്നു. എങ്കിലും നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ കുറച്ച് കോമ്പറ്റീഷൻസ് നടക്കുന്നുണ്ടായിരുന്നു, കുട്ടികളുടെ പാട്ട്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ. എന്തായാലും ഇവിടെ ഒരു വലിയൊരു മീൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഡോൾഫിൻ. അത് അടിപൊളിയായിരുന്നു, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. കണ്ടില്ലേ, അത് നൈസായിരുന്നു. ഇതാണ് ഇരിഞ്ഞാലക്കുട പള്ളിയിലുണ്ടായിരുന്ന പുൽക്കൂടും സെറ്റപ്പുകളൊക്കെ. നമുക്കിനി വല്ലക്കുന്ന് പള്ളിയിലേക്ക് പോകാം. ലാസ്റ്റ് ടൈം നമ്മളവിടെ പോയ സമയത്ത് അടിപൊളിയായിരുന്നു കേട്ടോ. അവിടെ കുറേ ഉണ്ടാവാറുണ്ട്, അവിടെ പോയി നോക്കി നോക്കാം. ഇവിടെ മെയിൻ റോഡിൽ നിന്ന് ഇങ്ങനെ പള്ളി വരെയുള്ള ഏരിയയിൽ ഇങ്ങനെ ഇതുപോലെ തന്നെ സെയിം മാലബൾബ് ഫുൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരുവിധം നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. പിന്നെ പള്ളിയുടെ പള്ളിയിൽ ചെറിയൊരു ഡൊണേഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ സ്റ്റാർട്ടിങ്ങൊക്കെ കണ്ടപ്പോൾ ഭയങ്കര പൊളിയാണെന്ന് വിചാരിച്ചു. പക്ഷേ ലാസ്റ്റ് ടൈമിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല. വലിയ രീതിയിലുള്ള സെറ്റപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. വല്ലക്കൊന്ന് ആവറേജ് ആയിരുന്നു. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ, വലിയ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ കുറേ പുൽക്കൂടുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ലൈറ്റിങ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ. Dashing through the snow in a one-horse open sleigh, o'er the fields we go, laughing all the way. The bells are about to ring, they make our spirits bright. What fun it is to ride and sing a sleighing song tonight. Jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. Jingle bells, jingle all the way. വെള്ളം വരുന്നത് ഇതെവിടെയില്ല.
എല്ലാ കൊല്ലം ഉണ്ടാവാറുള്ള പോലെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു ഫുഡ് സ്റ്റാൾ ഉണ്ടായിരുന്നു കേട്ടോ. അത് മിക്ക സമയത്തും ഇവിടെ ഇങ്ങനെ ഒരു വല്ലക്കുന്ന് പള്ളിയിൽ ഒരു ചെറിയൊരു ഫുഡ് സ്റ്റാൾ ഉണ്ടാവാറുണ്ട്. വേറെ എവിടെ ഇങ്ങനെ കണ്ടിട്ടില്ല. സാധാരണ പള്ളികളിലൊന്നും ഇങ്ങനെ ഫുഡിൻ്റെ ഒരു ഏരിയ ഉണ്ടാവില്ല. ഐസ്ക്രീം അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ടെങ്കിലും ഇത്രയ്ക്കും വൈഡായിട്ടുള്ള സ്പേസ് എടുത്തിട്ടില്ല. പിന്നെ കുറച്ച് കളിപ്പാട്ടങ്ങളും വിൽക്കുന്നൊരു ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോയത് മാപ്രാണം പള്ളിയിലേക്കായിരുന്നു. ഇവിടെ അടിപൊളിയായിരുന്നു കേട്ടോ. മാപ്രാണം സെൻറ്റർ തൊട്ട് പള്ളി വരെ ഒരുപാട് ദൂരമുണ്ട്. അത്ര ദൂരം നല്ല ഭംഗിയിൽ മാലമ്പൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. വരുന്ന വഴിയിൽ നല്ല രസത്തിലൊരു അരയന്നത്തിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല വൈറ്റ് കളറിൽ നല്ല ഫിനിഷിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഓരോ സാധനങ്ങളിങ്ങനെ ഓരോ സൈഡിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഓരോ മൃഗങ്ങളൊക്കെ. ഇതാണ് പള്ളി. അതും പള്ളിയിലെ ലൈറ്റിങ്ങും സെറ്റപ്പും പൊളിയായിരുന്നു കേട്ടോ. അത് നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഇവിടെ എനിക്ക് എന്താണ് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വെറുതെ സ്റ്റാച്യൂസ് അല്ല ഇവിടെ ഉണ്ടായിരുന്നത്. ഇവിടെ കുറേ മൂവിങ് ഐറ്റംസാണ് കൂടുതലുണ്ടായിരുന്നത്. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതൊരു ശരിക്കും ഒരു കാടിൻ്റെ ഫീല് തരുന്നുണ്ടായിരുന്നു. നിങ്ങളിവിടുത്തെ സൗണ്ടൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. ശരിക്കും ഇങ്ങനെ കാട്ടിക്കൂടെ പോകുന്നൊരു സൗണ്ടും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പറഞ്ഞു നടക്ക് നടക്ക് ഇവിടെ ഒരു മൂവിങ് ആയിട്ടൊരു കാർപ്പൻ്ററാന്ന് തോന്നുന്നു അതുണ്ട്. അത് നന്നായിട്ടുണ്ട്. എന്നൊന്നും കണ്ടു നോക്കട്ടെ. ശരിക്കും ഒരാളിരുന്ന് വർക്ക് ചെയ്യുന്ന പോലെ മൂവിങ് ആയിട്ട് ചെയ്തിട്ടുണ്ട്.
ഇവിടെ ഒരു ഏറുമാടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുമ്പേക്ക് ഇങ്ങനെ കയറാനായിട്ട് ഒരു വള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറേ പേര് കയറുന്നുണ്ട് കേട്ടോ. ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി എനിക്ക്. ഇങ്ങനെ കുട്ടികൾക്കൊക്കെ കയറാനൊക്കെ ഒരുവിധം പറ്റുന്നവരൊക്കെ കയറുന്നുണ്ട്. പിന്നെ മഴ പോലെ ചെയ്ത് വെച്ചിട്ടൊരു പാലം എന്ന് പറയുന്നത് ആട്ടുപാലമാണ്. ഒരു ചെറിയൊരു ബ്രിഡ്ജ് നന്നായിട്ട് ഷെയ്ക്ക് ആവുന്നുണ്ടായിരുന്നു. അതെന്തോ ഒരു എന്താണെന്നറിയില്ല, നടക്കുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഷെയ്ക്ക് ആവുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. ഇത് നന്നായിട്ടുണ്ടായിരുന്നു. ഇതുപോലത്തെ പാലം വേറെ ഉണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ അടുത്ത് തന്നെ. പിന്നെ ഇവിടെ ഇത്ര ആൾക്കാർ കൂടി നിൽക്കുന്നത്. ഇവിടെ അടിപൊളി ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. ഇങ്ങനെ ട്രെയിനിൽ പോകുന്ന സാൻഡ, പിന്നെ ഒരു പുൽക്കൂട്, അതിൻ്റെ അകത്ത് ഒരു കൊച്ച് എന്നാ പറയുന്നത്, ഉണ്ണിയേശു മറിയം അങ്ങനെ ഇരുന്നിട്ട് ശരിക്കും മൂവിങ് ആണ്. ആ കുട്ടിയുടെ കാലൊക്കെ അടിക്കുന്നു, കണ്ടില്ലേ? ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. മുകളിൽ മാലാക, ചിറകിട്ടടിക്കുന്ന മാലാക, കൂടുതലും മൂവിങ് ആണ്. ഇവിടെ കുറച്ചധികം കണ്ടിട്ടുണ്ടായിരുന്നു. വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടില്ല. എല്ലാ വർഷത്തെ സംബന്ധിച്ച് ഇതൊക്കെ ഭയങ്കര സ്പെഷ്യലായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് കാണാൻ പോയതിൽ മാപ്രാണം പള്ളിയിലാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. കണ്ട, ഇതൊക്കെയാണ് മാപ്രാണം പള്ളിയിലുണ്ടായിരുന്ന പുൽക്കൂടും സെറ്റപ്പും. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.